ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ലൈവിലിപ്പോൾ സായി പണപ്പെട്ടി അങ്ങനെ എടുത്തു. കൂളായിട്ടൊരു ആപ്പിൾ തിന്ന് അവിടെ ഒരു ചെയറിലിരുന്നതിന് ശേഷം പണപ്പെട്ടി വന്നപ്പോഴേ ഓടി ഒന്നും ആലോചിക്കാതെ പോയി എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയാണ് പല വീഡിയോയിലും കേട്ടത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. 5 ലക്ഷത്തിന് പെട്ടി വന്ന് കുറേ നേരം കറങ്ങി. അതുവഴി എല്ലാവരും പെട്ടിക്ക് ചുറ്റുമൊക്കെ ചുമ്മാ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഋഷി പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ലോണ്, എൻ്റെ വീട്, ഒരു കാറ്, ഇതൊക്കെ എൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞതിലും എല്ലാവരും കറങ്ങിയിട്ട് എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയിരുന്നു. അതേപോലെ തന്നെ സായിയും അപ്പുറത്ത് പോയി ഒരു ആപ്പിളും കടിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് എന്തോ ചിന്തിച്ച് കുറച്ച് കഴിഞ്ഞ് പതിയെ വന്ന് നേരെ ആ ബോക്സെ തൊട്ട് കൈ അടയ്ക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിപ്പം എല്ലാവരെയും ലിവിങ് റൂമിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഒരു പ്രസംഗം തന്നെ, മടക്കയാത്രയ്ക്ക് മുന്നേ ഉള്ള ഒരു സ്പീച്ച് സായി നടത്തുന്നുണ്ട്. സായിക്ക് സംതൃപ്തിയുള്ള ഒരു ജീവിതയാത്രയാണിത്. ഇവിടെ വന്നിട്ട് ഇതിന് മുന്നേ തന്നെ ഇനിയൊന്നും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നവരൊക്കെ ടൈറ്റിൽ വിന്നറാകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊന്നും ആ പ്രസംഗം ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ ബിഗ് ബോസ് സമ്മതിച്ചില്ല. ബിഗ് ബോസ് അപ്പോഴത്തേന് സായി പെട്ടെന്ന് മടങ്ങിക്കോ എന്നുള്ള രീതിക്കാണ് ബിഗ് ബോസ് നിൽക്കുന്നത്. സായി എല്ലാവരോടും യാത്ര പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ടൈറ്റിൽ വിന്നറാകാൻ ആഗ്രഹിക്കുന്നവരാണ്. പുള്ളിക്ക് അതൊന്നുമില്ല. വന്ന ആഴ്ച തന്നെ പുള്ളി ഫിസിക്കൽ കണ്ടീഷനും എല്ലാം വെച്ച് പോകാനും ഇരുന്നാണ്. പിന്നെ നന്ദനയ്ക്കാണ് പെട്ടി കൊടുക്കാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ സ്പീച്ചിലൊന്നും നന്ദനയ്ക്ക് കൊടുക്കുന്നുള്ള രീതി പറഞ്ഞില്ല. എന്നാലും ഇതിന് മുന്നേയൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. ഏതായാലും സായി അങ്ങനെ പെട്ടിയെടുത്ത് മടങ്ങി. ബിഗ് ബോസ് തീരെ എല്ലാവരും പ്രതീക്ഷിക്കാത്ത ഇതാണ്. എല്ലാവരും കിച്ചണിൽ നിന്നവരും എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എല്ലാവരും കൂളായി നിൽക്കുന്ന ഒരു സമയത്താണ് സായി വന്ന് പെട്ടി ടച്ച് ചെയ്ത് പെട്ടി അങ്ങ് അടയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും ഒരു 15 ലക്ഷം വരെ പോകേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ആലോചിക്കാതെ ചെയ്ത പോലെ നമുക്ക് തോന്നും. പക്ഷേ വളരെയധികം ആലോചിച്ചിട്ട് ചെയ്തതാണെന്ന് സായി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.